എല്ലാ സ്ഥലത്തും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല, പാടില്ല. ചെറിയവരെ ചെറുതായിട്ടും കാണരുത്, വലിയവരെ വലുതായും കാണരുത്. അങ്ങനെ ഒരു ഓൺട്രപ്രനർ നിൽക്കാം. കാരണം അവൻ ആ കമ്പനിയിൽ അവനാണ് ഏറ്റവും വലുത്. ചെറിയവരെ അറിയാതെ പോലും ചെറുതാന്ന് ഒരു കണ്ണിൽ പോലും കാണിച്ചു കളയരുത്. ദ സ്മോളർ ദ പേഴ്സൺ ഹു ഈസ് എൻറ്ററിങ് മൈ റൂം, നമ്മൾ ആ മുറിയിൽ വരുമ്പോൾ തന്നെ വാടാ വിജയ എന്ന് പറയും, ഈസ് എ സെക്യൂരിറ്റി ഗാർഡ്. അപ്പം മാഡം ഇങ്ങനെ ഇത്രയും കാണിച്ചില്ല, അത് മതി. അപ്പോഴേക്കും എനിക്ക് എന്തായി, ഇത്രയും നല്ല മാഡത്തിനെയാണ് ഞാൻ കാണുന്നതെന്നായി. കാരണം നല്ല ഒരാളെ കാണാൻ കൊടുത്തു വെക്കണം. നിങ്ങൾ വിചാരിക്കാം പ്ലീസ് ചെറിയ വേർഡാന്ന്, ആ വേർഡ് ചെറുതൊന്നല്ല. താജ്മഹൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും താജ്മഹൽ ആഗ്രയിലാന്ന് പറയും. താജ്മഹൽ ആഗ്രയിലല്ല ആദ്യം ഉണ്ടായത്, ആ ഷാജഹാന്റെ മനസ്സിലാണ് ഉണ്ടായത്. ഷാജഹാന്റെ മനസ്സിൽ താജ്മഹൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ താജ്മഹൽ ഉണ്ടാവില്ല. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ് തുടങ്ങുന്ന ആൾക്ക് ഒരു ഫോക്കസ് ഉണ്ടാവും. എൻ്റെ കമ്പനി ഇന്ന രീതിയിലാണ് വരേണ്ടതെന്ന്. അതനുസരിച്ച് പുള്ളി പല ഡിവിഷൻസിലും സെക്ടേഴ്സിലും എംപ്ലോയീസിനെ ഹയർ ചെയ്യും. പക്ഷേ പലപ്പോഴും ആ കമ്പനീനെ ഒരു ഗ്രോത്ത് ഒരു 30% എത്തിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ഒരു 60% ഗ്രോത്തിലോട്ടോ 70% ഗ്രോത്തിലോട്ടോ എത്താനായിട്ട് സാധിക്കുന്നില്ല. സാറ് അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആക്ച്വലി അമ്മയ്ക്ക് അറിയാം ഈ കൊച്ചിന് എന്ത് കൊടുക്കണം, ആ കൊച്ചിന് എന്ത് കൊടുക്കണം എന്ന് അറിയുന്ന പോലെ ഒരു ഓൺട്രപ്രനർ ഹാസ് ടു ബിക്കം എ മദർ. ഈ കൊച്ചിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടേ കൊടുക്കാവൂ. വീക്കായിരിക്കുന്ന കൊച്ചിന് കൊടുക്കുന്ന ഫുഡ് നമ്മൾ സ്ട്രോങ് കൊച്ചിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ആൻ ഓൺട്രപ്രനർ ഹാസ് ടു ഹാവ് ദ കോമൺ സെൻസ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ നമ്മുടെ ഓൺട്രപ്രനറുടെ കാര്യം തന്നെ എടുക്കാം. ഓൺട്രപ്രനർ എന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയ സ്റ്റാർട്ടപ്സ്, വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ദ മോസ്റ്റ് സക്സസ്ഫുൾ പീപ്പിൾ. അവരെ പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഈ പ്രോഗ്രാമിന്റെ ഒരു ആവശ്യമില്ല. ഓൾറെഡി സിറ്റിംഗ് ഇൻ കംഫർട്ട് സോണിൽ ഇരിക്കുന്നവരാണ്. എന്നാൽ ഈ ബിഗിനേഴ്സ് ആയിരിക്കും നമ്മുടെ പ്രോഗ്രാംസൊക്കെ ആക്ച്വലി വാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബിഗിനേഴ്സ്, ബിഗിനിങ് ഓൺട്രപ്രനർ എന്ന് പറയുന്ന സമയത്ത് അവർ അംബിഷ്യസ് ആയിട്ട് അവർ ഇവിടെ വന്നിരിക്കുകയാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റ് അവർ മനസ്സിലാക്കി, എല്ലാം കഴിഞ്ഞു. ആൻഡ് ഇഫ് ദേ തിങ്ക് ദാറ്റ് ഈസ് എനഫ്, ദാറ്റ് മേ നോട്ട് ബി എനഫ്. ഈ എംപ്ലോയർക്ക് ഒരു ഡിഫറെൻറ്റ് ട്രെയിനിങ്ങും ഈ സെറ്റ് ഓഫ് പിന്നെ അവരുടെ ടീമിനും ഒരു ഡിഫറെൻറ്റ് മൈൻഡ് ട്രെയിനിങ്ങിൻ്റെ ഒരു റെലവൻസ് ഉണ്ട്. റെലവൻസ് അല്ല, ഇറ്റ്സ് മാൻഡേറ്ററി. കാരണം ഇപ്പോൾ നാളെ അനിതയ്ക്ക് അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം അല്ല അനിതയുടെ ടീം അറ്റൻഡ് ചെയ്യേണ്ടത്. അനിതയുടെ ടീം ആർ സപ്പോസ് ടു ബി ഒബീഡിയൻറ്റ്. അവർക്ക് അവിടുന്ന് ടേക്ക് ദ കമാൻഡ്, ഡു യുവർ ബെസ്റ്റ് ആൻഡ് ഡെലിവർ ഇൻ ടൈം. ഇതൊക്കെയാണ് അവർക്ക് വേണ്ടിയത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയ മൈൻഡ് സെറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത്. കാരണം ഒരു പണി കൊടുക്കുമ്പോൾ തന്നെ അയ്യോ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ, ഐ എം ടെല്ലിങ് യു, ഫസ്റ്റ് ഓഫ് ഓൾ ദ ഔട്ട്പുട്ട്, ക്വാളിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് വിൽ ബി ബാഡ്. സെക്കൻഡ് തിങ്, ഇറ്റ് വിൽ നോട്ട് ബി ഡെലിവേർഡ് ഇൻ ടൈം. നമുക്ക് വന്നിട്ട് നെക്സ്റ്റ് സാറ്റർഡേ ഒരു 8 days കഴിഞ്ഞിട്ട് നമുക്ക് ഡെലിവറിക്ക് നമ്മൾ കൊടുക്കുന്ന കാര്യം, അവർ റിസീവിങ് മൈൻഡ് സെറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സാധനം ബോസ് പറയുന്ന സമയത്ത് അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയാ റിജക്റ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായല്ലേ? വി ഹാവ് ടു അച്ചീവ് 50 crores നെക്സ്റ്റ് ഇയർ എന്നിട്ട് ഒരു ബോസിന് പറയാം വെറുതെ. കാരണം ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ താഴെ ഒരു 6 വെർട്ടിക്കൽ ഹെഡ്സ് ഉണ്ടാവും. വെർട്ടിക്കൽ എന്ന് വെച്ചാൽ അറിയാമല്ലോ, പ്രൊഡക്ഷൻ, പർച്ചേസ്. അപ്പോൾ ഇവരെല്ലാം കമ്പൈൻഡ് ആയിട്ടാണ് ഇവർ 50 അച്ചീവ് ചെയ്യേണ്ടത്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ മീഡിയം കമ്പനി. ഓക്കെ, അപ്പോൾ അവർ അച്ചീവ് ചെയ്യേണ്ടത്. എന്നാൽ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, ഫസ്റ്റ് ലെവൽ തന്നെ ഇത് പെർമിയേറ്റ് ആവില്ല. പെർമിയേറ്റ് എന്ന് വെച്ചാൽ അറിയാലോ, താഴോട്ട് കറക്റ്റായിട്ട് പോയാലും ഒരു പെർസെൻറ്റേജേ പോകത്തുള്ളൂ. അപ്പോൾ ഇവരെപ്പോൾ ഒരു കോൺഫറൻസ് റൂമിൽ കൊണ്ടുവന്നിട്ട് വിൽ യു ക്യാൻ വി അച്ചീവ് 50 crores എന്ന് ചോദിച്ചാൽ ഇവരെല്ലാം യെസ് എന്ന് പറയും. അകത്തുനിന്ന് ഈ റിജക്ഷനാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അകത്ത് അതിൻ്റെ ഡയലോഗ്, ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. ഒരാൾ വരുന്നു, ഓഫീസ് വരുമ്പോൾ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറെന്ന് വയ്ക്കുക, കയറി വരുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അപ്പോൾ അകത്തെന്ന് പറയും കഴുത കാലത്തെ വന്നു എന്ന് പറയും. അപ്പോൾ അകം എന്തും പറയാമല്ലോ, അതാണ് സത്യം. ഈ പുറം പറയുന്നത് എന്ത് തോന്നിയാസം പറയാൻ കേബിളാണ് ഈ സാധനം. അകത്തുനിന്ന് സത്യം മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ഈ ടാർഗറ്റ് 50 crores എന്ന് പറഞ്ഞപ്പോൾ തന്നെ അകത്തുനിന്ന് യേസ് എന്നൊക്കെ ഇവനൊക്കെ കൈയെല്ലാം പൊക്കി കാണിച്ചാലും അകത്തുനിന്ന് പറയും ഇവനിങ്ങനെ പറഞ്ഞിട്ട് പോയാൽ മതി, കഷ്ടപ്പെടുന്നത് നമ്മളല്ലേ എന്ന്. ഈ ഏകദേശം ഇതിൻ്റെ അകത്ത് ഒരു 90% ഫീലിംഗ് അതായിരിക്കും. അത് എന്താണ്, വാട്ട് ഈസ് ദ റീസൺ? അല്ല, നമുക്ക് പണിയല്ലേ തരുന്നത്.
ഈ നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് 40 അച്ചീവ് ചെയ്തു, അപ്പോൾ ഇവർക്ക് ഇങ്ങനെ 50 എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണും. Now we need to understand, ബോസ് പറഞ്ഞതിൽ തെറ്റില്ല. അവർ 50 crores എന്ന് പറയുന്നത് ഒരു കമ്പനി ഗ്രോ ചെയ്യണ്ടേ. അനിത, യു വാണ്ടഡ് യുവർ കമ്പനി ടു ഗ്രോ. നിങ്ങൾക്ക് പോയി റോട്ടിൽ നിന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കോൺഫിഡൻസിന് വേണ്ടി ഒരു 15 lakhs 20 lakhs ഇൻവെസ്റ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സം പീപ്പിൾ സ്പെൻഡ് ലോട്ട് ഓഫ് മണി, അപ്പോൾ അത്രയും ചിലവ് ചെയ്യുമ്പോൾ അവിടെ വെച്ചാൽ ഇത് പറയാൻ പറ്റുമോ? നൗ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് മിഡിൽ മാനേജ്മെന്റ് എങ്ങനെ കാണുന്നതെന്ന് അറിയാം. ടോപ്പ് മാനേജ്മെന്റ് കറക്റ്റായിട്ട് കണ്ടു. കമ്പനിയുടെ ഗ്രോത്ത് ഈ കൊല്ലം 40 ആണെങ്കിൽ അടുത്ത കൊല്ലം 50 ആയിരിക്കണം എന്ന് കമ്പനിയുടെ വിഷൻ കറക്റ്റാണ്. എങ്കിൽ നമ്മൾ ഡിഡ് യു പ്രിപ്പയർ യുവർ മിഡിൽ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ സെക്കൻഡ് ലൈൻ ആൾക്കാരെ ഡിഡ് യു പ്രിപ്പയർ ദം ഇമോഷണലി ആൻഡ് മെന്റലി? അപ്പോൾ ഇവരെ നമ്മൾ ഡീല്, കാരണം ഇവരാണ് സൂപ്പർവിഷൻ ചെയ്യാൻ പോകുന്നത്. കാരണം എല്ലാ പണിയും നിങ്ങൾ ചെയ്യാൻ പോയാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. കാരണം യു ഷുഡ് ഹാവ് ട്രസ്റ്റഡ് ലിeutenants. ലെഫ്റ്റനന്റ് നമ്മൾ പറയില്ലേ, ട്രസ്റ്റഡ് ക്യാപ്റ്റൻസ് നമുക്ക് വേണം. നമ്മളൊരു കമാൻഡ് എടുത്തിട്ട് അതിന് പിൽഫ്രേജ് ഇല്ലാതെ താഴോട്ട് എടുത്തിട്ട് പോകാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അതന്നെ പറയുന്നത്. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഓൺട്രപ്രണർ എന്ന് പറയുന്ന മേലെയുള്ള ആൾ തന്നെ ദേ നീഡ് ടു ബി ലൈക്കബിൾ. നിങ്ങൾ എൻ്റെ ബോസായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ അമ്മ എൻ്റെ അമ്മയായിരിക്കാം. ഞാൻ എൻ്റെ അമ്മയെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്താണ് അമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്ത് എല്ലാവരും എന്ത് പറയും? അതെന്നല്ലേ പറയാൻ പറ്റും. ഒരു പബ്ലിക് ഡൊമൈനിൽ ചോദിച്ചാൽ പിന്നെ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അന്ന് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്നല്ലേ പറയൂ. അങ്ങനെ അകം സത്യമാണ്. അപ്പോൾ ഈ ബോസ് അസ്യൂംസ് എവ്രിബഡി ലൈക്സ് മീ. ഇതിനെക്കാട്ടിൽ അബദ്ധം ഒരു ബോസ് ചെയ്യാനില്ല. This is a very valid knowledge ആണത്. ബോസ് അസ്യൂം ചെയ്യാണ്. രാഷ്ട്രീയത്തിൽ ഞാൻ MLA ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് എൻ്റെ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന്. അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് ധരിക്കാം, അത് തെറ്റൊന്നുമില്ല. അങ്ങനെ അത് സത്യമാണോ എന്നും കൂടെ ചോദിക്കണം. ഇവർ പല സ്ഥലത്തും അവർക്ക് നഷ്ടമില്ല. അങ്ങനെ ഇവിടെ ഇൻവെസ്റ്റർ നിങ്ങളാണ്. കാരണം ഈ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് എവറി മന്ത് യു ആർ പേയിങ് എ സാലറി ഓഫ് സേ 1.8 crores ആൻഡ് അത്രയും സാലറി കൊടുക്കുന്നു. ഇന്ന ഇയർ യു ആർ പേയിങ് അറൗണ്ട് 20 crores എന്നൊക്കെ പേയ്മെൻറ്റ്. നമ്മുടെ മീഡിയം കമ്പനിയുടെ കാര്യമാണ് പറയുന്നത്. ഓവർ ഹെഡ്സ്, ലോറി മെയിൻ്റനൻസ്, അതും ഇതും ഒക്കെ ചെയ്തു വരുമ്പോൾ ഇത്രയും ലയബിലിറ്റി ഉള്ളപ്പോൾ സിമ്പിൾ ഏരിയ ഇരിക്കുന്ന ഈ വലിയ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നിന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞറിയോ? എണ്ണയില്ലെന്ന്. എഞ്ചിൻ ഓയിൽ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാത്തതുകൊണ്ട് ഇതിൻ്റെ ഫ്രിക്ഷനായി നിന്നുപോയിന്ന്. എഞ്ചിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾക്ക് 4 കോടിയാവും. ഈ എഞ്ചിൻ ഓയിൽ 300 രൂപയേ ഉള്ളൂ. ഈ 300 രൂപ ഇല്ലാതുകൊണ്ടാണ് ഈ 3 കോടിയുടെ വണ്ടി നിന്നത്. ഞാൻ പറഞ്ഞത്. അപ്പോൾ ഹ്യൂമൻ റിലേഷൻസിൽ അതിൻ്റെ അകത്ത് ഫൾക്രമുണ്ട്. ദർ ഈസ് എ ഹ്യൂമൻ റിലേഷൻ, പീപ്പിൾ സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആൻഡ് ഹൗ ആർ യു റീച്ചിങ് ഔട്ട് ടു ദീസ് പീപ്പിൾ. ആൻഡ് ദ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ദേ നീഡ് ടു ബി ടോട്ട് എ ഡിഫറെൻറ്റ് തിങ്. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യം കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാരണം ഇവർക്ക് ലീഡർഷിപ്പ്, നിങ്ങളുടെ പകുതിയും വേണം, അതേ നേരത്തെ മറ്റവരുടെ പകുതിയും വേണം. മറ്റൊരു ഈ താഴെയുള്ള ഇവരെ താഴെയുള്ള പകുതിയും വേണം. കാരണം ദീസ് പീപ്പിൾ ഹാർഡ് വർക്കേഴ്സ്. നിങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ഇവര് ഫ്ലോറിൽ നിന്ന് പണിയെടുക്കുമായിരിക്കും. ജീവൻ കൊടുത്ത് പണിയെടുക്കുന്ന കമ്മിറ്റഡ് ലീഡേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയത് അവർ പണിയെടുക്കാൻ റെഡിയാണ്. അപ്പോൾ നമ്മൾ അറിയണം ഈ പണി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ബേർഡൻ ആവണേന്ന് അറിയണം. ഒരു അച്ഛനും ചിലപ്പോൾ അയാൾ ചെറിയ കാര്യത്തിനൊക്കെ ക്ഷീണം പറയും, എനിക്കിന്ന് ഭയങ്കര ക്ഷീണമെന്നൊക്കെ പറയും. സ്വന്തം മോന് കാല് പൊട്ടിയിട്ട് ഹോസ്പിറ്റലാണ്, ഒരു മീഡിയം ഹോസ്പിറ്റൽ, ഞാൻ വലിയ ഹോസ്പിറ്റലൊന്നല്ല പറഞ്ഞത്, സാധാരണ ഹോസ്പിറ്റലാകുമ്പോൾ ഈ അച്ഛൻ 30 ദിവസം അയാൾ പണിയെടുക്കും, ക്ഷീണിക്കത്തില്ല. അത് മെന്റലി അത് കാല് പൊട്ടിയത് മോനാ. അത് മോൻ തന്നെ നെട്ടിപ്പോയി. അവൻ ആലോചിക്കുക, ഈ അച്ഛന് എന്നെ എപ്പോഴും വരട്ടിക്കൊണ്ട് എന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്ക് എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹമുണ്ടോ എന്ന്. ഞാൻ എപ്പോഴും പറയും, നിൻ്റെയൊക്കെ കാല് പൊട്ടിയാലേ നിൻ്റെ അച്ഛൻ്റെ സ്നേഹം നീ അറിയുമെന്ന് പറയും. എന്ന് പറയുന്ന പോലെ മാനേജ്മെൻറ്റ് ചിലപ്പോൾ പലപ്പോഴും സ്നേഹം ഉണ്ടാവും, അതിൽ കാണിക്കത്തില്ല. അപ്പോൾ നമ്മൾ വാട്ട് വി ഡു ഈസ്, ഇപ്പോൾ ഞങ്ങളെല്ലാം വി ആർ ഓൺലി എ കാറ്റലിസ്റ്റ്. എണ്ണയുടെ സ്ഥാനമേ ഉള്ളൂ, വലിയ വിലയൊന്നുമില്ല. ഈ എണ്ണയ്ക്ക് വലിയ വിലയുണ്ടോ? ഇല്ല. നിങ്ങൾ കമ്പനിക്ക് ഫ്രണ്ടിൽ പെയിൻ്റ് അടിക്കണമെങ്കിൽ നിങ്ങൾ 4 ലക്ഷം ചിലവ് ചെയ്യണം. മൊത്തം കമ്പനിയുടെ പ്രശ്നം മാറ്റിയിട്ട് പോകുന്നതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ പൈസ കൊടുത്താൽ അത് ആൾക്കാർ ചിന്തിക്കില്ല. പെയിൻ്റ് അടിക്കുന്ന കാര്യം, സ്പെയർ പാർട്ട് മാറ്റുന്ന കാര്യം, അതൊക്കെ ഭയങ്കരമായിട്ടൊക്കെ ആലോചിക്കും. ഓക്കെ, എന്നാൽ
ഈ സാധനം ഒരു ഭാര്യയും ഭർത്താവും ഒരു വലിയ കുടുംബത്തിൽ ജീവിക്കുന്നു, അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചല്ല കിടക്കണമെങ്കിൽ കഴിഞ്ഞില്ലേ? അവള് പറയാ നീ ഇവിടെ കിടന്ന ഞാൻ അവിടെ പോയി കിടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ രണ്ടും ഒരു കുടുംബത്തിലാണ് കാണുന്നത്. എന്നാൽ ഇവരെ രണ്ടിനും ഇത്രയും 4 കോടിയുടെ വീട്ടിൻ്റെ അകത്ത് ഇവർ ഒന്നിച്ചല്ല കിടക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? ഒന്നിനും വിലയില്ല പിന്നെ എന്ന് പറയുന്ന പോലെ. സി there should be a sync. ഞാൻ പറയുന്നത് പ്രോഡക്റ്റ് അല്ല, ഞാൻ പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, ഇവിടെ വന്നിട്ട് ആറ്റിറ്റ്യൂഡാണ്. മാനേജ്മെൻറ്റിന് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. they should understand that we don't know everything. We don't know everything. നമുക്കെല്ലാം അറിയാമെന്നുള്ള ധാരണ എടുത്ത് കളയാം. കാരണം നമ്മളെക്കാട്ടിലും ഇന്ന് കാലത്ത് ഞാൻ പറഞ്ഞാണ്, നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ള ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്യണമെന്നാണ്. ആൻഡ് വി ഷുഡ് ടേക്ക് ദർ അഡ്വൈസ്. ഇപ്പം ഞാൻ പറയും ഏറ്റവും നല്ല വാക്കുകളൊക്കെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലീസ്. എന്തൊക്കെയാണ്? പ്ലീസ്. ഇപ്പം നമ്മൾ ഒരാളെ വിളിക്കണമെങ്കിൽ, സോമനെ വിളിക്കണമെങ്കിൽ പ്ലീസ് സോമൻ പ്ലീസ് ഒന്ന് വരാമോ, സോമൻ വാ എന്ന് വിളിക്കുന്നതിനും സോമൻ പ്ലീസ് വാ എന്ന് പറയുന്നതിനും വേൾഡ് ഡിഫറെന്റ്. നിങ്ങൾ വിചാരിക്കാം പ്ലീസ് ചെറിയ വേർഡാന്ന്, ആ വേർഡ് ചെറുതൊന്നല്ല. പ്ലീസ്, സോറി, താങ്ക് യു, എന്താ പറയുന്നത്, ഈ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഹാപ്പനിങ്. നമ്മൾ പറയില്ല ഈ കമ്പിത്രിയിൽ ഇടയ്ക്ക് ഇങ്ങനെ 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 എന്താ സ്പാർക്കിൾസ് വരുന്ന പോലെയാണ്. ആൻഡ് അത് കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. വെറും തീ മാത്രം കണ്ട ഇൻട്രസ്റ്റ് ഇല്ല, സ്പാർക്കിളിനാണ് നമ്മുടെ വില. ഈ പ്ലീസ്, സോറി എന്നൊക്കെ പറയുന്ന പോലെ there are beautiful some more words. ഏറ്റവും നല്ല വേർഡ് പറയാം, വാട്ട്സ് യുവർ ഒപ്പീനിയൻ. ഇപ്പം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോവാണ്, അപ്പം നമ്മൾ ടീമിൽ വിളിച്ചിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് നമുക്കിങ്ങനെ ചെയ്യാമെന്ന് എനിക്കൊരു തോന്നൽ. ബട്ട് ബിഫോർ ദാറ്റ് ഐ നീഡ് ടു ആസ്ക് യു വാട്ട്സ് യുവർ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പം നമ്മൾ പറയും വാട്ട്സ് യുവർ ഒപ്പീനിയൻ എന്ന് ഒരു വാക്ക് ഇംഗ്ലീഷാണെന്ന് വിചാരിക്കും. അതല്ല പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞത് ഇവിടെ എനിക്ക് മാത്രമൊന്നുമല്ല ബുദ്ധി, എന്നെക്കാട്ടിലും നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞിട്ടേ ഞാൻ മുന്നോട്ട് പോകുന്നല്ലോ എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിലും കോംപ്ലിമെന്റ് നിങ്ങൾ കൊടുക്കാനില്ല. See, it's only a word, but the impact it creates. ഒരു പെണ്ണിനെ നോക്കിയിട്ട് ഐ ലവ് യു എന്ന് ഒരു ഭംഗിയായിട്ട് ഒരു പയ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ 2 ദിവസം ഫിറ്റാവും. ഒറ്റ വാക്കാണ് ഐ ലവ് യു എന്ന് പറയുന്നത്, ചെറിയ വാക്കാണ്. അങ്ങനെ ആ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കും, അമ്മ ചോദിക്കും എന്ത് പറ്റിയെന്ന്, ഒന്നും പറ്റിയില്ല എന്ന് പറ്റി. അവൾ അതിൻ്റെ അകത്ത് ട്രാൻസ്ലേറ്റ് ആസ്കിങ് ആൻ ഒപ്പീനിയൻ. ആൻഡ് ചില സമയത്ത് when they achieve even a small thing, not a big thing. അവരെ ടാർഗറ്റ് കഴിഞ്ഞ ആഴ്ച അവർ ഫ്രൈഡേ ലോഡ് ചെയ്യാന്ന് പറഞ്ഞ സാധനത്തിന് ഫ്രൈഡേ 2 o'clock they made it a point that പെർഫെക്റ്റ് കണ്ടീഷനിൽ അവർ ഷിപ്മെൻ്റ് അയച്ചു. ആൻഡ് യു കോൾ നോട്ട് ജസ്റ്റ് ദം, അവർ 3 പേരെ വെച്ചു. കാരണം യു കാൺ ടേക്ക് ദ എൻറ്റയർ ടീം, 50 പേരുണ്ടാവും. അപ്പം ടോപ്പ് അവനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു 3 പേരും കൂടെ കാണും. ആ 3-4 പേരെ വിളിച്ചിട്ട് ഇരുത്തി ഒരു കോഫിയെല്ലാം കൊടുത്തിട്ട് യു ജസ്റ്റ് ടോൾഡ് ദം ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ് എന്ന് പറഞ്ഞു. അത് മലയാളത്തിലും പറയാം, ഐ എം റിയലി പ്രൗഡ് ഓഫ് യു ഗൈസ്. അത് പറയുന്ന സമയത്ത് ഇറ്റ് ഷുഡ് കം നോട്ട് ഫ്രം യുവർ മൗത്ത്, ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ ഹാർട്ട്. അത് പഠിപ്പിക്കണം, നമ്മൾ തന്നെ പഠിക്കണം. കാരണം ആശയവിനിമയം നമുക്ക് ചെയ്യാൻ അറിയത്തില്ല. സ്വന്തം അച്ഛന് മകന് ജീവൻ കൊടുക്കും, ആ ഈ ജീവൻ സ്നേഹം കാണിക്കാൻ അറിയത്തില്ല. നമ്മൾ എക്സ്പ്രസീവ് അല്ല. ഇതുകൊണ്ട് എത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ്ങാണ് നടക്കുന്നത്. ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കും, എന്തും ചെയ്യും, അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കാൻ അറിയില്ല, ഐ ലവ് എന്നുള്ളൊരു വാക്ക് പറയില്ല, ഒരു പൂ വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഭാര്യയുടെ ആംഗിൾ എന്താണ്, ഒരു ദിവസം ഭർത്താവ് വന്നപ്പോൾ ഒരു പൂ എടുത്തിട്ട് വന്നു, പറഞ്ഞു ഞാൻ പൂക്കടയിൽ പോയപ്പോൾ നിന്നെ ഓർത്തത്, നിനക്ക് ഞാൻ പൂവേ വാങ്ങിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന് വാങ്ങിച്ച് തന്നേ പറ്റുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്നാണ്, ആർക്കും പറയേണ്ടതെന്നിട്ട് ഇങ്ങനെ കൊടുത്തു. പക്ഷേ ഐ എം ടെല്ലിങ് യു, അന്ന് ചോറ് നന്നാവും, അന്ന് രാത്രി കുക്കിങ്ങിന് നോക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും ഫുഡിന് എന്ന് പറയുന്ന പോലെ. ഞാൻ കളിയാക്കി പറഞ്ഞല്ല, പെർഫോമൻസ് ബിക്കംസ് ബെറ്റർ. സി എ ജെന്യുവൻ അപ്രീസിയേഷൻ വിൽ, അതെന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ദേ ലവ് ദിയർ ബോസ്. ഐ എം പ്രൗഡ് ഓഫ് യു ആൾ എന്ന് പറയുമ്പോൾ കൈ ബോഡി ഹാസ് ടു, ഹാൻഡ് ഹാസ് ടു മൂവ്, ആ ഫേസിൽ എക്സൈറ്റ്മെൻറ്റ് വരണം, യുവർ ഐ ഹാസ് ടു ഗോ അപ്പ്. ഇങ്ങനെ അല്ലാതെ ഐ എം പ്രൗഡ് ഓഫ് യു ആൾ എന്ന് പറഞ്ഞാൽ പോയി, ഐ എം പ്രൗഡ് ഓഫ് യു ആൾ ഗൈസ് ഇങ്ങനെ പറയുമ്പോൾ അത് ഇത് തന്നെ ചെയ്യണം, അത് ഹാബിറ്റ് ആക്കണം. അത് കറക്റ്റ്ലി അവരുടെ ടീം റിസീവ് ചെയ്യണം. അപ്പോൾ എന്താ പറയണം, ഇത് ഇവർക്ക് കിട്ടിയാൽ നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് പുറത്ത് പോയി ബിഹേവ് ചെയ്യുന്നത്, അച്ഛനും അമ്മയും ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോയാൽ ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് കൊട്ടി നമുക്ക് സ്വീറ്റ് തന്നപ്പോൾ താങ്ക് യു എന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ അവളും താങ്ക് യു പറയാൻ തുടങ്ങി. അവളുടെ സ്കൂളിൽ ടീച്ചർ മിഠായി കൊടുക്കുമ്പോൾ അവളെന്ത് പറയും, എല്ലാ കുട്ടികളും പറയില്ല, അതന്നെ പറയുന്നത്. അപ്പം നമ്മൾ വന്നിട്ട് ഈ 5-6 പേർക്ക് മാത്രം ഈ ബോസ് വെൻ ഹി ബിക്കംസ് കൈൻഡ് ദേ വിൽ ആക്ച്വലി ടേക്ക് ഇറ്റ് ഡൗൺ. അവർ പറയും ബോസ് ഇത്രയും നല്ലപോലെ നമ്മുടെ അടുത്ത് ചെയ്യുമ്പോൾ നമുക്കും കൂടെ താഴെ കൊണ്ടുപോയിക്കിടെന്ന് പറയും. 100% പോകത്തില്ല, ഒരു 30 to 40% പോയാൽ പോലും ദ കമ്പനീസ് ഓയിലിംഗ് ഹാസ് ബിക്കം ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇങ്ങനത്തെ കുറേ വാക്കുകളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് പവർ വേർഡ്സ് എന്നാണ്. ഐ എം പ്രൗഡ് ഓഫ് യു,
വാട്ട്സ് യുവർ ഒപ്പീനിയൻ, പ്ലീസ്, താങ്ക് യു, ഓക്കെ, ടേക്ക് കെയർ എന്നൊക്കെ പറയുന്ന ചില വാക്കുകളുണ്ട്. ടേക്ക് കെയർ അങ്ങനെയൊക്കെ പറയുന്ന കുറേ വാക്കുകളുണ്ട്. അതൊക്കെ നമ്മുടെ വെക്കാബുലറിയിൽ നമ്മൾ കൊണ്ടുവരണം. എന്താണ് കൊണ്ടുവരണം? ദ സ്മോളർ ദ പേഴ്സൺ ഹൂ ഈസ് എൻറ്ററിങ് മൈ റൂം, നമ്മൾ ആ മുറിയിൽ വരുമ്പോൾ തന്നെ വാടാ വിജയ എന്ന് പറഞ്ഞു, ഈസ് എ സെക്യൂരിറ്റി ഗാർഡ്. എന്താണ് സെക്യൂരിറ്റി? ഏറ്റവും നിന്ന് കഴിഞ്ഞാൽ പ്രോട്ടോകോൾ തെറ്റും. അല്ലെങ്കിൽ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് വിജയൻ വാ 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 എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവനിപ്പോൾ എവിടുന്നാ പറഞ്ഞത്, സാറേ എനിക്കരുതെന്നാ പറയുന്നത്. അവൻ പറയില്ല. മാഡം മേടിക്കാൻ പോകുമ്പോൾ ഇപ്പം ഞാൻ മാഡത്തിൻ്റെ അടുത്ത് ഒരു ഓർഡർ എടുക്കാൻ വരാണ്. ഇഫ് യു ആർ ഗോയിങ് ടു ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും, അയ്യോ മാഡം എനിക്കരുതെന്ന് ഞാൻ അകത്ത് പറയില്ലേ? പറയും. അപ്പം മാഡം ഇങ്ങനെ ഇത്രയും കാണിച്ചില്ല, അത് മതി. അപ്പോഴേക്കും എനിക്കെന്തായി, ഇത്രയും നല്ല മാഡത്തിനെയാണ് ഞാൻ കാണുന്നതെന്നായി. ഇന്ന് ഞാൻ ഇവിടെ വന്നിരുന്ന് നിങ്ങൾ എനിക്ക് ഓർഡർ തന്നില്ലെങ്കിലും എനിക്ക് ഡിസപ്പോയിൻമെൻ്റ് ഇല്ല. കാരണം നല്ല ഒരാളെ കാണാൻ കൊടുത്തു വയ്ക്കണം. അത് ഒരു ഭാഗ്യമാണ്. വല്ലപ്പോഴൊക്കെ നമ്മൾ ചില നല്ലവരൊക്കെ കാണുമ്പോൾ നമ്മൾ പറയും വല്ലപ്പോഴേ കാണുന്നില്ല ഈ ഡ്രാമയുടെ ലോകത്ത്. കാരണം എന്നെ അങ്ങനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയുന്ന ദാറ്റ് ഈസ് യുവർ ബിഹേവിയർ, ദാറ്റ് ഈസ് യുവർ ക്വാളിറ്റി. അപ്പോൾ നമ്മുടെ ചില കാര്യങ്ങൾ നമ്മുടെ ബിഹേവിയറായിട്ട് മാറ്റണം. കാർ ആദ്യം 10-15 ദിവസം ഓടിക്കുന്നത് നമ്മുടെ ബിഹേവിയർ അല്ല. After 1 month, that becomes your behavior. Behavior is something that you do without your knowledge. Yes. നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അറിയാതെ ചെയ്താൽ അത് വേറെ ബിഹേവിയർ. ബോസ് ഷുഡ് ബി എ ലൈക്കബിൾ പേഴ്സൺ അല്ലേ? അങ്ങനെ ആയി വരണം. ബ്യൂട്ടിഫുൾ അല്ലേ? ബോസ് ഹാസ് ടു ബിക്കം ലൈക്കബിൾ ആയി എന്താണ് പറ്റുന്നത്? എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് ക്ഷീണം വരത്തില്ല. അതൊരു പാഷൻ. അതാണ് ഞാൻ അച്ഛൻ്റെ കാര്യം പറഞ്ഞത്. എൻ്റെ മകന് കാല് പൊട്ടിയാൽ, വല്ലവർക്കും കാലം പൊട്ടിയാൽ ഞാൻ ഒരു ദിവസം വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നിൽക്കും. എൻ്റെ മകന് കാല് പൊട്ടിയാൽ ഞാൻ 30 ദിവസം ക്ഷീണിക്കില്ല, എനിക്ക് ക്ഷീണം വരത്തില്ല. അത് അവിടെ സ്നേഹത്തിൻ്റെ പവറാണ്, ദ പവർ ഓഫ് ലവ്. അപ്പോൾ എനിക്ക് എൻ്റെ ബോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ബോസിൻ്റെ റിക്വയർമെൻറ്റ് എൻ്റെ റിക്വയർമെൻറ്റ് മാറ്റും. സോ നൗ യു നീഡ് നോട്ട് ഗിവ് എസ് എ കമാൻഡ്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ തോൽക്കരുതെന്നാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ തോൽക്കരുത്. നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ പിന്നെ തോൽപ്പിക്കുന്നത് നമ്മുടെ പണിയാണ്. ഇങ്ങനെയാണ് പല ബോസുകളും കുത്തുവാളെടുക്കുന്നത്. നിങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് ഓർഡർ കിട്ടിയില്ല, ഇവിടുന്ന് ഇത് കിട്ടിയില്ല, അതൊക്കെ വെറുതെ. ദ എനിമി ഈസ് വിത്തിൻ. എവിടെയാണ്? വിത്തിൻ. അപ്പം നമ്മൾ അറിയേണ്ടത് ബോസ്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന മാനേജ്മെൻറ്റും വലിയ വലിയ ബുക്കൊന്നും പഠിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ബേസിക് ഹ്യൂമൻ റിലേഷൻസിനെ അവർ മനസ്സിലാക്കണം, അറിഞ്ഞിട്ട് കാര്യമില്ല. മൈ ജോബ് എന്താണെന്ന് കൂടെ ഓപ്പണായിട്ട് പറയാം. മൈ ജോബ് ഈസ് ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ സിംപ്ലസ്റ്റ് റിലേഷൻഷിപ്പ് സക്സസ്. എന്താണ് റിലേഷൻഷിപ്പ്? സിമ്പിൾ ആയിരിക്കുന്ന കാര്യങ്ങൾ. ആൾക്കാർ പറയും അയാൾ ഇതാണ് പറയുന്നത്, അതൊക്കെ ആയിരിക്കാം. അകത്തിട്ട് കൊടുക്കണ്ടേ, മനസ്സിൽ ആക്കി കൊടുക്കണ്ടേ, അതൊരു സ്കില്ലാണ്. താജ്മഹൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും താജ്മഹൽ ആഗ്രയിലാന്ന് പറയും. താജ്മഹൽ ആഗ്രയിലല്ല ആദ്യം ഉണ്ടായത്, ആ ഷാജഹാൻ്റെ മനസ്സിലാണ് ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് അത് ആഗ്രയിൽ ഉണ്ടായത്. ഷാജഹാൻ്റെ മനസ്സിൽ താജ്മഹൽ ഉണ്ടായില്ലെങ്കിൽ പിന്നെ താജ്മഹൽ ഉണ്ടാവില്ല. ഇതേപോലെ നല്ലൊരു കമ്പനി ഉണ്ടാവണമെന്ന് വിചാരിക്കേണ്ടത് താഴത്തെ സ്റ്റാഫല്ല, സെക്യൂരിറ്റി ഗാർഡല്ല, മേലെ ഇരിക്കുന്ന ആൾക്കാർ വേണം. അവർ സ്പിരിച്വൽ വാല്യൂ, സ്പിരിച്വൽ എന്ന് വെച്ചാൽ ദൈവം പ്രാർത്ഥനയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ആ സ്പിരിച്വലി ആ വിഷ്വലി അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഉറങ്ങാതെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വിഷ്വലൈസ് ചെയ്യണം. ബിക്കോസ് യുവർ സബ് കോൺഷ്യസ് അണ്ടർസ്റ്റാൻഡ്സ് ഓൺലി ഇമാജിനേഷൻസ് ആൻഡ് ഫീലിങ്സ്. അതിന് മലയാളം അറിയില്ല, ഈ മൈൻഡിന് ബോധമില്ല. സംടൈംസ് വി നീഡ് ടു ക്വസ്റ്റ്യൻ ourselves. Why are you doing the same idiotic thing again and again? I was seller of a garment. Then I decided to move and become a trainer. ആദ്യം റിജക്ഷൻ വന്നത് പുറത്തുനിന്നല്ല, ഏറ്റവും വലിയ റിജക്ഷൻ എൻ്റെ അകത്തുനിന്ന് തന്നെയാണ് വന്നത്. സോ വി നീഡ് ടു ലേൺ ലൈക്ക് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. ഇത് ലീഡർഷിപ്പ് സ്കിൽസ് ആണ്. പബ്ലിക് സ്പീക്കിംഗ്, ലിസണിങ് പവർ ഓഫ് ലിസണിങ് എന്നൊക്കെ പറഞ്ഞ ഒരു 8 സബ്ജക്റ്റ് ഉണ്ട്. ഒരു ദിവസം പഠിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ബിസിനസ് ചെയ്തില്ലെങ്കിലും ഇവർ ഹാപ്പി ആയിരിക്കും. എന്താണ് ബിസിനസ് ചെയ്തില്ലെങ്കിൽ ഹാപ്പി ആയിരിക്കും. ആ ഒരു ഇപ്പം നമ്മൾ 20 മിനിറ്റല്ലേ സംസാരിച്ചിട്ടില്ലോ. ആ 6 hours എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡൗൺലോഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അവർക്കറിയാം നൗ ഹൗ ഷുഡ് ഐ ടോക്ക് ടു മൈ ക്ലയൻറ്റ്. ഇന്ന് വരെയും അവർ ക്ലയൻറ്റിനെ കാണുമ്പോൾ എക്സൈറ്റ് ആവുന്നത്. അപ്പോൾ ക്ലയൻറ്റ് നിങ്ങളെ ഡീഗ്രേഡാണ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ മമ്മൂട്ടിനെ കാണുമ്പോൾ അയ്യോ 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 എന്ന് പറഞ്ഞ മമ്മൂട്ടിക്ക് നിങ്ങളെ റെസ്പെക്റ്റ് ഇല്ല തോന്നുന്നത്, ഡീഗ്രേഡിങ് തോന്നുന്നത്. ഐ എം ഓൺലി ഓർഡിനറി മാൻ, വൈ ദിസ് പേഴ്സൺ ഈസ് ജമ്പിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അവർക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ കാലിലൊക്കെ വീഴാൻ വരുമ്പോൾ നമുക്ക് അവരെ എനിക്ക് സങ്കടം തോന്നും. അപ്പോൾ നിങ്ങളറിയണം, ഒരു ക്ലയൻറ്റിനെ കാണുമ്പോൾ നമ്മുടെ അടുത്ത് ഓർഡർ തരാമെന്ന ആളായിരുന്നാലും ഗീതം ദ ഡ്യൂ റെസ്പെക്റ്റ്.
അല്ലാതെ കൂടുതൽ എക്സൈറ്റഡ് ഒന്നാവില്ല. ഓർഡർ കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ വളരെ നല്ലത്. എന്താണ് വളരെ കിട്ടിയില്ലെങ്കിലും വളരെ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ വെറുതെ പറഞ്ഞു എന്ന്. അതന്നെ ഞാൻ പറഞ്ഞതൊരു ഭയങ്കര സൈക്കോളജിക്കൽ ഇമ്പാക്റ്റാണ്. നമ്മളെല്ലാം ഓർഡർ കിട്ടാനല്ലേ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓർഡർ കിട്ടാൻ പോകുമ്പോൾ കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ വളരെ നല്ലതെന്ന് പറഞ്ഞാൽ പൊട്ടനല്ലേ അങ്ങനെ പറയുമോ? അതുകൊണ്ട് പബ്ലിക്കിൽ പറയരുത്. ഞാൻ അത് കിട്ടിയില്ല. അപ്പം ഞാൻ നേരെ പുറത്ത് വന്നു, കാറിൽ നിന്ന് ഇരുന്നിട്ട് ഞാൻ ഇപ്പം എൻ്റെ മൈൻഡ് മൊത്തം ഡിസ്ട്രാക്റ്റഡ് ആണ്. ഈ ഓർഡർ 1.5 crores കിട്ടിയില്ലെങ്കിൽ എനിക്ക് സാലറി പോലും കൊടുക്കാൻ പറ്റത്തില്ല. എന്താണ് സാലറി പോലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിങ്ങനെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുകയാണ്. ഞാൻ ഇനി ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ഓഫീസ് എത്തിയില്ല എന്ന് വരും, റോഡിൽ ആക്സിഡൻറ്റ് പറ്റാനും വഴിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ വല്ല നടന്നു പോകുന്നതിന് തട്ടാനും വഴിയുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡ് വേണം. ഡിസ്ട്രാക്റ്റഡ് മൈൻഡ് വെച്ചിട്ട് കാർ ഓടിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് കല്യാണത്തിന് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ പയ്യന്മാരത്ത് ബൈക്ക് ഓടിക്കരുത്. കാരണം ഇവൻ പെണ്ണിനെ ഓർത്തിട്ട് വല്ലവൻ്റെ വണ്ടിക്കകത്ത് കയറിപ്പോവും. ഇതൊക്കെ നടക്കുന്നതാണ്, അതുകൊണ്ടാണ് ഓടിക്കരുതെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അകത്ത് കയറി കാണിക്കുന്നിട്ട് ഇവനിങ്ങനെ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ കനക്കിയിട്ട് ரொம்ப നല്ലത് ഇങ്ങനെ പറയണം. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ആക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുവർ ബോഡി ഈസ് എൻ എക്സ്റ്റെൻഡഡ് സബ് കോൺഷ്യസ്. ബോഡി ഈസ് എക്സ്റ്റെൻഡഡ് സബ് കോൺഷ്യസ്. നിങ്ങൾ കൈ ഒന്ന് അനക്കി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിന് അപ്പം തന്നെ മെസ്സേജ് പോകും. അതിന് ബോധമില്ലല്ലോ, അത് അപ്പം തന്നെ വിശ്വസിക്കും. വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് കാമാവും. എന്നുള്ളത് കാർ ഓടിക്കാനല്ല, ഓഫീസിൽ പോയാൽ മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യും, അല്ലെങ്കിൽ അവൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്യും. അവൻ്റെ ടീം ലീഡേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങളുടെ കാരണം കഴുതകളെ, നിങ്ങളുടെ കാരണമാണ് ഇത് കിട്ടാതെ പോയെന്നൊക്കെ വല്ലതൊക്കെ കയറി പറഞ്ഞു കളയും. ഇനി അവന് അതൊന്നും പറയത്തില്ല. കിട്ടിയില്ല എന്ന് അറിഞ്ഞു, ബോസ് ദേഷ്യപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ബോസിൻ്റെ അടുത്തുള്ള വാല്യൂ കൂടോ കുറയോ? ഇപ്പോൾ പറയണം, ബോസിന് ഓർഡർ കിട്ടിയില്ല, നമ്മൾ കൊടുത്ത പ്രോജക്റ്റാണ്, ബോസിന് ഓർഡർ കിട്ടിയില്ല, തിരിച്ചു വന്നിട്ട് ഈസ് നോട്ട് ഗെറ്റിംഗ് ആംഗ്രി. അങ്ങനെ ആകുമ്പോൾ ടീമിന് ഇദ്ദേഹത്തിൻ്റെ അടുത്തുള്ള വാല്യൂ കൂടോ കുറയോ? കൂടും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ബാഡ് സിറ്റുവേഷനെ നല്ലതായിട്ട് മാറ്റാം. എല്ലാ സ്ഥലത്തും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല, പാടില്ല. എന്താണ്? എല്ലാ സ്ഥലത്തും ജയിക്കാൻ പറ്റില്ല, പാടില്ല. എന്നാൽ ജയിക്കാത്തപ്പോൾ നെഗറ്റീവായിട്ട് മാറ്റുന്നവരാണ് പിന്നെ ഇതിന്ന് പുറത്താവുന്നത്. നിന്ന് പൊരുതാൻ എങ്ങനെ നിന്ന് പൊരുതണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത് അവർ പറയും, സാറേ 2 കൊല്ലം ക്ലച്ച് പിടിച്ചില്ല സാറേ. പിന്നെയാണ് ഇന്ന് ഞാൻ ആകെ വിചാരിച്ചത് ഒരു 2 crore ടേൺ ഓവറാണ് ഒരു മന്ത്ലി. ഇന്ന് ഐ എം ഡൂയിങ് 30 crores per month. ഐ കാൺട്ട് ഈവൻ ബിലീവ് ദറ്റ് ഐ എം ഡൂയിങ് ഇറ്റ്. ഇതൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇവരൊന്നും ബുദ്ധി കൂടിയതുകൊണ്ടല്ല ആയത്, അവർക്ക് അവരെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. സതീഷ്, ഞാൻ പറഞ്ഞതിൽ കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഞാൻ പല കാര്യങ്ങളും ഞാൻ വളരെ ക്ലിയർ ആയിട്ട് സാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഞാൻ പല കാര്യങ്ങളിലും അത് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പല സംഭവങ്ങളും അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കേണ്ട സാറ് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് നമ്മളിങ്ങനെ കേട്ട് അത് ഒബ്സർവ് ചെയ്ത് അതിനെ റിസീവ് ചെയ്ത് നമ്മളും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച്, അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അത് തന്നെയാണ് സെയിം എഫക്റ്റ് ആയിരിക്കും. ഈ സംഭവം കേട്ടിട്ട് വിടേണ്ട സാധനമല്ല. അല്ല. ഒരു ഹോട്ടലിൽ നല്ല ഫുഡ് കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടോ, നിങ്ങൾ അവിടെ പോയി കഴിക്കണമെന്ന് ആവശ്യമില്ല. മനസ്സിലായില്ല? അപ്പം നമ്മൾ കാണുമല്ലോ, ടി വിയിൽ കുറേ പ്രോഗ്രാം. അപ്പോൾ ടി വിയിൽ വൈക്കത്ത് നല്ലൊരു ഹോട്ടലിൽ നല്ല തട്ട് ദോശ എനിക്ക് കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പോയി കഴിച്ചിട്ടില്ല. അതുപോലെ വിടേണ്ട സാധനമല്ല അത്. കാരണം ഇതാണ് നമ്മുടെ ഫൗണ്ടേഷൻ എന്നുള്ളത് അവർ അറിയണം ആൾക്കാർ. ഇത് റെഡിയാക്കിയാൽ ആദ്യം റെഡിയാക്കേണ്ടത് മക്കളെയല്ല, വീട്ടിലെ അമ്മമാരും അച്ഛനും തന്നെയാണ്. നമ്മൾ പറയില്ലേ പല കാര്യം, നമ്മൾ അമ്പലത്തിൽ പോയി അവിടെ പോയി വെറുതെ ഡൽഹിക്ക് ഒരു ട്രിപ്പ് പോയി അതിന് നമുക്ക് 1.5 ലക്ഷം ചിലവായി, ഫ്ലൈറ്റ് തന്നെ ഇത്രയായി എന്നൊക്കെ പറയും. വെറുതെ പറ്റിയാൽ എൻ്റെ ഒരു പ്രോഗ്രാം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ചോദിക്കണം. ആദ്യം ഇഷ്ടമുണ്ടെങ്കിൽ വന്നാൽ മതി. ചിലവർക്കറിയാം, ഇത്ര കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ചോറ് വെന്തോന്ന് അറിയാനായിട്ട് മൊത്തമൊന്നും കൈയിട്ട് നോക്കണ്ട. ഒരു വറ്റ് വെന്തെന്ന് വെച്ചാൽ നമുക്ക് ഇറക്കി വെക്കാം. ഈ നമ്മൾ സംസാരിച്ച് 20 മിനിറ്റിൽ ഇവർക്ക് അറിയാം ഇത് വെന്ത ചോറാണോ വേവാത്ത ചോറാണോ. അതിനുള്ള ബോധം ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇപ്പം പലർക്കും തോന്നും ഇവർക്ക് എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പലർക്കും അറിഞ്ഞൂടാ. ഞാൻ എന്നെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഓപ്പണായിട്ട് പറയും. ഇന്ന് വരെയ്ക്കും ഞാൻ എറണാകുളത്ത് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ കാരണം കമ്പനികൾക്ക് വേണ്ടി അവർ വിളിക്കും, ഞാൻ പോയി ക്ലാസ് എടുക്കും. അല്ലെങ്കിൽ തന്നെ ഒരാൾക്ക് എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ക്ലാസ് ഒരാൾക്ക് വേണ്ടി എടുക്കാനും പറ്റത്തില്ല. ചെറിയവരെ ചെറുതായിട്ടും കാണരുത്, വലിയവരെ വലുതായും കാണരുത്. എല്ലാം നമുക്ക് ഫ്രണ്ട്സാണ്. എല്ലാം വലിയവരാണ്, റെസ്പെക്റ്റബിൾ ആണ്. ചെറിയവരും ചെറുതാണെങ്കിലും റെസ്പെക്റ്റബിൾ ആണ്. അങ്ങനെ ഈ സബ്ജക്റ്റിൽ നിൽക്കാവൂ.
അങ്ങനെ ഒരു ഓൺട്രപ്രണർ നിൽക്കാം. നിൽക്കാവൂ. കാരണം അവൻ ആ കമ്പനിയിൽ അവനാണ് ഏറ്റവും വലുത്. ചെറിയവരെ അറിയാതെ പോലും ചെറുതാന്ന് ഒരു കണ്ണിൽ പോലും കാണിച്ചു കളയരുത്. ഇതൊക്കെ പഠിക്കണം. കാരണം ഓൺട്രപ്രണർ പഠിക്കേണ്ടത് സ്റ്റാഫിനെ ചെറുതായി കാണാൻ പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ്ലി ഈസ് റിമൈൻഡിങ് ദം ദാറ്റ് യു ആർ ഓൾ സ്മോൾ ഗൈസ് മാൻ. ഇവർക്കൊക്കെ ഇയാളുടെ അടുത്ത് സ്നേഹം പിന്നെ ഉണ്ടാവില്ല, കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവില്ല, ഇനിഷ്യേറ്റീവ് ഉണ്ടാവില്ല. ഇവരൊക്കെ പിന്നെ 20% 30%ലാണ് വർക്ക് ചെയ്യുന്നത്. പണിയെടുക്കാൻ വേണ്ടി പണിയെടുക്കും. സ്നേഹം കൊണ്ട് പണിയെടുക്കുമ്പോൾ 120-130% ആവും. ശമ്പളം ഒന്നും കൂട്ടേണ്ട ആവശ്യമില്ല, സ്നേഹം കൊണ്ട് തന്നെ കൂട്ടും. ആൻഡ് ദ കമ്പനി വിൽ ബി സോ റിച്ച് വൺ ഡേ ദേ ക്യാൻ ലിബറലി ഗീവ് ദം പ്രോഫിറ്റ് ഷെയറിങ് ആൻഡ് അതൊക്കെ കൊടുക്കാൻ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഐ തിങ്ക് ഓൺട്രപ്രണർ ഒരു ലെവലാണ്, മിഡിൽ മാനേജ്മെൻറ്റ് ഒരു ലെവലാണ്, പിന്നെ ടീം ഒരു ലെവലാണ്. ഇത് രണ്ട് മാത്രം കവർ ചെയ്താൽ തന്നെ ഒരു കമ്പനി വിൽ ബിക്കം വെരി സേഫ്. ഇറ്റ്സ് നോട്ട് ദ പ്രോഡക്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് യു ഇൻവെസ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ദ മാർക്കറ്റ്, ഇറ്റ് ഈസ് ഹൗ യു ആർ. Oh, thank you very much, sir. It was a lots of wisdom to us, to all of all the viewers. Thank you. I am proud of sitting with you.